മുടങ്ങിയ വിധവാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ അവരവരുടെ ഓണറേറിയം ഉപേക്ഷിച്ചു. നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷൻ നഷ്ടമായത് 400ഓളം പേർക്ക്. വയോധികയായ മാതാവിനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനെതിരെ ശക്തമായ പ്രതികരണവുമായി ചാലക്കുടി നഗരസഭ. നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ അമ്മയെ തിരിച്ചെത്തിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാകുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുടങ്ങിയ വിധവാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ അവരവരുടെ ഓണറേറിയം ഉപേക്ഷിച്ചു. നഗരസഭയുടെ അനാസ്ഥ മൂലം 400ഓളം പേർക്ക് കിട്ടേണ്ടിയിരുന്ന പെൻഷൻ നഷ്ടമായതിന്റെ പശ്ചാത്തലത്തിൽ മേലധികാരികൾക്ക് മാതൃകയായ നിലപാടാണ് കൗൺസിലർമാർ സ്വീകരിച്ചത്. ചാലക്കുടി നഗരസഭയിൽ സജീവമായ അനാസ്ഥ മൂലം വിധവാ പെൻഷൻ നഷ്ടമായ സംഭവത്തിൽ സ്വന്തം ഓണറേറിയം തന്നെ വിട്ടുനൽകാൻ LDF കൗൺസിലർമാരും സ്വതന്ത്ര കൗൺസിലർമാരും മുന്നോട്ട് വന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ പെൻഷൻ വീണ്ടും ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിലേക്ക് കത്തയക്കാനും നഗരസഭാ തനത് ഫണ്ടിൽ നിന്ന് താൽക്കാലികമായി പെൻഷൻ നൽകാനുമാണ് തീരുമാനമായത്. നഗരസഭാ കൗൺസിലർമാരായ 8 പേർ തങ്ങളുടെ 1 മാസത്തെ ഓണറേറിയം നൽകിയേക്കുമെന്ന് ഉറപ്പു നൽകിയപ്പോൾ ഭരണപക്ഷം ഉൾപ്പെടെ 28 അംഗങ്ങൾ മുഴുവൻ അവരുടെ ഓണറേറിയം ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് പ്രതിപക്ഷം മുന്നോട്ട് വന്നത്. താൽക്കാലികമായി തനത് ഫണ്ടിൽ നിന്നാണ് പണം നൽകേണ്ടതെന്ന് ചെയർമാൻ പ്രഖ്യാപിച്ചപ്പോൾ സർക്കാർ അനുവദിക്കുന്ന മുറയ്ക്ക് അവ ലംഘനരഹിതമായി തിരികെ നൽകുമെന്ന് ഉറപ്പു നൽകി. വിധവാ പെൻഷൻ മുടങ്ങിയവരുടെ കണ്ണീരിന് മറുപടി പറയാൻ കഴിയില്ല. ഇതിന് ഉത്തരം നൽകേണ്ടത് പൊതുപ്രവർത്തകരാണ് എന്നായിരുന്നു LDF പാർലമെന്ററി പാർട്ടി ലീഡർ CS സുരേഷിന്റെ പ്രതികരണം. പെൻഷൻ നഷ്ടപ്പെട്ടവർക്ക് സൗഹൃദ ഹസ്തമായി ജനപ്രതിനിധികൾ തങ്ങളുടെ പ്രതിഫലം വിട്ടു നൽകാനുള്ള ഈ നീക്കം സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ഉദാത്ത മാതൃകയായി മാറുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. വയോധികയായ മാതാവിനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനെതിരെ ശക്തമായ പ്രതികരണവുമായി ചാലക്കുടി നഗരസഭ. നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ അമ്മയെ തിരിച്ചെത്തിച്ചു. മകനും കുടുംബവും മുന്നറിയിപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നു. ചാലക്കുടി സിത്താര നഗറിലെ പൈനാടത്ത് വീട്ടിലാണ് 93 വയസ്സുള്ള ത്രേസ്യയെ മകൻ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കിയതായി പരാതി ഉയർന്നത്. നഗരസഭ സിത്താര നഗറിൽ നിർമ്മിച്ച ഫ്ളാറ്റ് പദ്ധതിയിലാണ് ത്രേസ്യയുടെ താമസം. ഈ ഫ്ളാറ്റ് ത്രേസ്യയുടെ പേരിലായിരുന്നു. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഇളയ മകനും കുടുംബവും ഇവിടെ താമസം ആരംഭിച്ചതോടെ പ്രശ്നങ്ങൾക്ക് തുടക്കമാവുകയായിരുന്നു. ഈസ്റ്റർ ദിനത്തിൽ മദ്യപിച്ചെത്തിയ മകൻ ത്രേസ്യയെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തുകയും വീട്ടിൽ നിന്ന് ഇറക്കുകയും ചെയ്തെന്നായിരുന്നു ഇവരുടെ പരാതിയിലെ ഉള്ളടക്കം. അഭയം തേടി നഗരസഭയിലെത്തിയ ത്രേസ്യയെ ചെയർമാൻ ഷിബു വാലപ്പന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VS സുരേഷ്, കൗൺസിലർമാരായ VJ ജോജി, ബിജി സദാനന്ദൻ, TD എലിസബത്ത്, VO പൈലപ്പൻ, പ്രീതി ബാബു എന്നിവർ ചേർന്ന് നഗരസഭാ ഫ്ളാറ്റിലേക്ക് എത്തിച്ചു. മകനോട് കടുത്ത താക്കീതും നൽകിയ സംഘം ത്രേസ്യയ്ക്ക് സുരക്ഷയും ഉറപ്പാക്കി. വെറും അഭയം തേടിയെത്തിയ വയോധികയ്ക്ക് സ്വന്തം വീടിന്റെ വാതിൽ തുറന്നുകൊടുത്തത് ഒരു നഗരസഭയുടെ മനുഷ്യത്വമായ ഇടപെടലാണ്. കുടുംബം തന്നെ അവഗണിച്ചെങ്കിലും സമൂഹം ഒപ്പം നിന്നു എന്ന ആശ്വാസവും ഇവർക്കായി. മീഡിയ ടൈം, ചാലക്കുടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാക്കുന്നു. 3 സെക്യൂരിറ്റി ജീവനക്കാർ ചേർന്ന് ഭക്തരെ തടഞ്ഞുവെച്ച് തട്ടിക്കയറി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ ഭക്തരെ മർദ്ദിച്ചതായി ആരോപണം. മർദ്ദനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ വിവാഹ മണ്ഡപത്തിനടുത്ത് 3 സെക്യൂരിറ്റിക്കാർ ചേർന്നാണ് ഭക്തരെ തടഞ്ഞുവെച്ച് തട്ടിക്കയറി മർദ്ദിച്ചത്. സെക്യൂരിറ്റി ജീവനക്കാർ ഒരു ഭക്തന്റെ കൈ രണ്ടും പുറകിലേക്ക് പിടിച്ചു വച്ചിരിക്കുന്നതും മറ്റൊരു ഭക്തനെ ഷർട്ടിൽ പിടിച്ചു വലിക്കുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ്.
ക്യൂ നിൽക്കുന്നത് ചോദിക്കാൻ ചെന്ന ഭക്തർക്ക് നേരെ സെക്യൂരിറ്റി ജീവനക്കാരുടെ ക്രൂരമർദ്ദനം എന്ന അടിക്കുറിപ്പോടെയാണ് ഇന്ന് രാവിലെ മുതൽ ദൃശ്യം വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ദേവസ്വത്തിനോ പോലീസിനോ ഇതുവരെ ഭക്തരുടെ പരാതി ലഭിച്ചിട്ടില്ല. എന്നാൽ ഭക്തർ മർദ്ദിച്ചെന്നാരോപിച്ച് സെക്യൂരിറ്റി ജീവനക്കാർ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ അമൃത് മിത്ര പദ്ധതിക്ക് തുടക്കമായി. അമൃത് മിഷന്റെ 3ാമത്തെ ഫേസിൽ ഉൾപ്പെടുത്തി അംഗീകാരം ലഭിച്ചിട്ടുള്ള വി.കെ. രാജൻ മുനിസിപ്പൽ പാർക്ക്, അരാക്കുളം പരിപാലനം, വീടുകളിൽ വാട്ടർ മീറ്റർ റീഡിംഗ് എന്നിവയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വി.കെ. രാജൻ പാർക്കിൽ നഗരസഭ ചെയർപേഴ്സൺ ടി.കെ. ഗീത നിർവഹിച്ചു. ഓരോ പദ്ധതിക്കും 10 ലക്ഷം രൂപ വീതം ആകെ 20 ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. പദ്ധതി ഗുണഭോക്താക്കളെ 1 വർഷത്തെ കരാറിൽ ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. പാർക്ക് ആൻഡ് അരാക്കുളം പരിപാലനത്തിന് 3 ഗുണഭോക്താക്കളെയും വാട്ടർ മീറ്റർ റീഡിങ്ങിന് 5 ഗുണഭോക്താക്കളെയും വീതം ആകെ 8 ഗുണഭോക്താക്കളെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവർ മുഖേന മുനിസിപ്പൽ പാർക്ക്, അരാക്കുളം എന്നിവയുടെ ദൈനംദിന പരിപാലനം, സൗന്ദര്യവൽക്കരണം, വാട്ടർ കണക്ഷനുകളുടെ മീറ്റർ റീഡിംഗ് എന്നിവ സാധ്യമാക്കും. പാർക്കിംഗ്, അരാക്കുളം പരിപാലനത്തിന് തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് പ്രതിദിനം 675 രൂപ വീതം 330 തൊഴിൽ ദിനങ്ങളാണ് നൽകുക. വാട്ടർ മീറ്റർ റീഡിങ്ങിന് തിരഞ്ഞെടുത്തിരിക്കുന്നവർക്ക് ഒരു വീടിന് 13 രൂപ 50 പൈസ വീതം പ്രതിദിനം 675 രൂപയിൽ അധികരിക്കാത്ത വിധം വേതനം നൽകും. പദ്ധതി പ്രവർത്തനങ്ങൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നതിന് നഗരസഭാ സെക്രട്ടറി ചെയർപേഴ്സണായ നഗരസഭാ തല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അമൃത് മിത്ര പദ്ധതിയുടെ ഉദ്ഘാടനം വി.കെ. രാജൻ പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി.കെ. ഗീത നിർവഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ.എസ്. കൈസാബ്, നഗരസഭാ വൈസ് ചെയർമാൻ വി.എസ്. ദിനിൽ, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ.സി. പോൾ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, പ്രതിപക്ഷ കൗൺസിലർ ടി.എസ്. സജീവൻ, വാർഡ് കൗൺസിലർ രേഖ സൽപ്രകാശ്, വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ മുതലായവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിവിധ വാർഡ് കൗൺസിലർമാർ, CDS ചെയർപേഴ്സൺമാർ, മറ്റ് CDS ഭാരവാഹികൾ, ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ, NULM സിറ്റി മിഷൻ മാനേജർ മുതലായവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 2014 ഇന്ത്യ എവിടെയായിരുന്നു അവിടെയാണ് ഇന്ന് കേരളം നിൽക്കുന്നതെന്ന വിമർശനവുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. മോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാതെ സംസ്ഥാന സർക്കാർ മുഖം തിരിക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി. ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതം വരുമ്പോൾ വികസിത കേരളവും വേണം. മറ്റു സംസ്ഥാനങ്ങളിൽ വ്യവസായവും തൊഴിലും വരുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇവ വരുന്നില്ലെന്ന് ചിന്തിക്കണമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 2014 നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതത്തിന്റെ ഓരോരോ ഇഷ്യൂസും നഷ്ടമാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ 2014 എന്തായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി? വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ഏറ്റവും ഹയസ്റ്റ് ജോബ്ലെസ്നെസ്, ഏറ്റവും ഹയസ്റ്റ് ഇൻഫ്ലേഷൻ. ലോകത്തിന്റെ വേറെ കൺട്രീസ് ഇന്ത്യനെ പറ്റി അന്ന് 2014 ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ദുർബലമായ 5ാമത്തെ നമ്പറിലൊരു രാഷ്ട്രമായിട്ട് അവർ കാണുന്നു. ടെററിസം 26/11 അറ്റാക്ക് വരുമ്പോൾ ഇന്ത്യ, നമ്മുടെ നാട് ഇന്ത്യ ദുർബലമായ ഒരു സ്ഥിതിയിൽ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ജനങ്ങളൊരു മാൻഡേറ്റ് കൊടുത്തു, ഇന്ത്യയിൽ മാറ്റം വരണം, ഈ ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ട. ആശാ വർക്കർമാർക്ക് പണം നൽകാതെയും കടൽ ഭിത്തി കെട്ടി നൽകാതെയും ഇരിക്കുന്നവരാണ് 9 വർഷത്തെ ആഘോഷത്തിന് 100 കോടി ചെലവാക്കുന്നത്. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ BJPക്ക് സാധിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ശ്രീനാരായണപുരം ആലയിൽ നടന്ന വികസിത കേരളം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിൻ്റെ ജനവിരുദ്ധതയ്ക്കെതിരെയാണ് BJPയുടെ ഇനി വരാൻ പോകുന്ന മാസ്റ്റർ പ്ലാൻ പദ്ധതിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിൽ സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്, സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S സുരേഷ്,
KP ജോർജ്, സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KP ഉണ്ണികൃഷ്ണൻ, കൃപേഷ് ചെമ്മണ്ട എന്നിവർ സംസാരിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ, സംസ്ഥാന സെക്രട്ടറി A നാഗേഷ്, ഷാജിമോൻ വട്ടേക്കാട്ട്, അനൂപ് ആന്റണി, ഉണ്ണികൃഷ്ണൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, മധ്യമേഖലാ സംഘടനാ സെക്രട്ടറി KP സുരേഷ്, സന്തോഷ് ചെറാക്കുളം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകൾ നോക്കാം. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. തന്ത്രി കുടുംബാംഗം രാഹുൽ പരമേശ്വരൻ ഭദ്രദീപം കൊളുത്തി. തുടർന്ന് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണ പ്രഭാഷണം എന്നിവ നടന്നു. ഒരു ഉണ്ണി ദിവസേന ഉച്ചയ്ക്ക് ആ കുടുംബത്തിലെ ചോറും സാമ്പാറും കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ക്ഷേത്രക്കാർ കുറേ ദിവസം നോക്കി ഇവനെ കാണാനില്ല. അപ്പോൾ രാമാനുജൻ ഒന്ന് ചോദിച്ചു, അയാൾ വരുന്നുണ്ടോ? ഇല്ല, അയാളെ കണ്ട് 1 മാസമായി വന്നിട്ടില്ല. അതെയോ? ഇയാൾ നേരെ വേഗം രാമന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ബ്രാഹ്മണനോട് ചോദിച്ചു, വിഷ്ണുസഹസ്രം ജപിക്കുന്നുണ്ടോ? അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ദിവസേന വിഷ്ണുസഹസ്രം പാരായണം ചെയ്തത് കൊണ്ട് എനിക്ക് ഇപ്പോൾ ആഹാരത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ ഒരു ഉണ്ണി ദിവസേന എനിക്ക് ആഹാരം കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ വിഷ്ണുസഹസ്രനാമത്തിന് അത്രയും പ്രാധാന്യമാണ്. ദിവസേന പാരായണം ചെയ്യും. നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ, ഒരു സ്പെഷ്യൽ എനർജി മാത്രമല്ല, നിങ്ങളുടെ സുഖ സൗകര്യങ്ങളെ ആ ഭഗവാൻ നോക്കിക്കൊള്ളും. KR അനന്തൻ നാരായണ സ്വാമിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് ആറേലി, സെക്രട്ടറി ഷീല ദിനേശൻ, സമിതി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കണ്ണാടിപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കുഴുക്കാട്ടുശ്ശേരി വിശുദ്ധ മറിയം ത്രേസ്യ ധന്യൻ ഫാദർ ജോസഫ് വിധേയത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ ജൂൺ 8 നടക്കുന്ന വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളിന്റെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. ഹോളി ഫാമിലി സന്യാസിനി സമൂഹത്തിന്റെ ജനറൽ കൗൺസിലർ സിസ്റ്റർ ആൻസി ആൻഡോ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ജോൺ കവലക്കാട്ട് സന്ദേശം നൽകി. മെയ് 21 മുതൽ 25 വരെയാണ് ഫാദർ ഡൊമിനിക് വളവനാൽ നേതൃത്വം നൽകുന്ന കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ മറിയം ത്രേസ്യ നമ്മുടെ യാത്ര പറഞ്ഞിട്ട് 100 വർഷം പൂർത്തിയാകാൻ പോകുന്നു. അപ്പോൾ ആ ഒരു വർഷത്തിൽ പ്രത്യേകമായ വിധത്തിൽ നമ്മൾ ഒരുങ്ങി തിരുനാൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സാമൂഹ്യ പ്രവർത്തനങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, അതുപോലെ തന്നെ ആത്മീയമായ നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെയ് 21 മുതൽ 25 വരെ നടക്കുന്ന കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ. ഓൺലൈൻ സൈബർ തട്ടിപ്പിലൂടെ 1,34,50,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. കിഴുത്താണി സ്വദേശിയിൽ നിന്നും തുക വാങ്ങി തട്ടിപ്പ് നടത്തിയ തൃശൂർ 3 പീടിക സ്വദേശിയായ കാക്കശ്ശേരി വീട്ടിൽ റനീസിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗ് നടത്തിച്ച് പല തവണകളായിട്ടാണ് പരാതിക്കാരൻ പ്രതികളുടെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചത്. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ സരിത തിലകൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർ രാധാ വിശ്വമരൻ, വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അമ്പിളി വേണു, പഞ്ചായത്ത് സെക്രട്ടറി G സബിത എന്നിവർ സംസാരിച്ചു. TNJ ഫൗണ്ടേഷന്റെ P ഭാസ്കരൻ 100 വർഷങ്ങൾ ജന്മശതാബ്ദി സമാപന സമ്മേളനം ജന്മനാടായ കൊടുങ്ങല്ലൂരിൽ നടന്നു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കവി സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. N മാധവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. റഫീഖ് അഹമ്മദ്, അൻവർ അലി, PN ഗോപികൃഷ്ണൻ, പ്രൊഫസർ VK സുബൈദ, PS റഫീഖ്, UT പ്രേമനാഥ്, KM ഗഫൂർ എന്നിവർ സംസാരിച്ചു. P ഭാസ്കറിനെ കുറിച്ച് ജയൻ നല്ലയിൽ രചിച്ച പുസ്തകം അഡ്വക്കേറ്റ് ശമ്പള ഏറ്റുവാങ്ങി. P ഭാസ്കറിന്റെ ജന്മഗൃഹം നിലനിൽക്കുന്ന കൊടുങ്ങല്ലൂർ നഗരമധ്യത്തിലുള്ള റോഡിന് P ഭാസ്കരൻ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി മണ്ഡലത്തിലെ വളണ്ടിയർമാർക്കും സന്നദ്ധ പ്രവർത്തകർക്കും പരിശീലനം നൽകി. MES അസ്മാബി കോളേജിൽ നടന്ന വളണ്ടിയർ പരിശീലന പരിപാടി ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു.
ലഹരി വിരുദ്ധ സമിതി ജനറൽ കൺവീനർ TS സജീവൻ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ 3ാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസ് കൊടുങ്ങല്ലൂർ ദർബാർ കൺവെൻഷൻ സെന്ററിൽ നടന്നു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രെയിനർ ഓർഗനൈസർ ഡോക്ടർ സുനിൽ ഫഹദ് അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ പരിശീലന ക്ലാസ് നയിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ക്ലാസ്സിൽ ആദരവ് നൽകി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കക്കൂട്ട്, ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ നൂർ മുഹമ്മദ് ഷാ, അസീസ് ഹാജി, ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം അബ്ദുൽ അസീസ് നിസാമി, ഡോക്ടർ NA മാഹിൻ, മുഹമ്മദ് ഹുസൈൻ, മുഹമ്മദ് നാസർ, ഹബീബ് ആറ്റൂർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി മുസരിസ് പൈതൃക പദ്ധതി സംഘടിപ്പിക്കുന്ന വേനൽ അവധി ക്യാമ്പ് ആരംഭിച്ചു. SN പുരത്തുള്ള PA സെയ്ദ് മുഹമ്മദ് സ്മാരകത്തിൽ ഏപ്രിൽ 22, 23, 24 തീയതികളിലായി നടക്കുന്ന ക്യാമ്പ് ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മുസരിസ് ഫിനാൻസ് മാനേജർ ജോസ് V പെട്ട, മാനേജർമാരായ സഞ്ജന വസന്തരാജ്, അഖിൽ S ഭദ്രൻ എന്നിവർ സംസാരിച്ചു. ശാസ്ത്ര പരീക്ഷണ വിഷയത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അധ്യാപകൻ NC പ്രശാന്ത് ക്ലാസ് എടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുടങ്ങിയ വിധവാ പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ചാലക്കുടി നഗരസഭാ കൗൺസിൽ അംഗങ്ങൾ അവരവരുടെ ഓണറേറിയം ഉപേക്ഷിച്ചു. നഗരസഭയുടെ അനാസ്ഥ മൂലം പെൻഷൻ നഷ്ടമായത് 400ഓളം പേർക്ക്. വയോധികയായ മാതാവിനെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പുറത്താക്കിയ മകനെതിരെ ശക്തമായ പ്രതികരണവുമായി ചാലക്കുടി നഗരസഭ. നഗരസഭ ചെയർമാന്റെ നേതൃത്വത്തിൽ അമ്മയെ തിരിച്ചെത്തിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തരെ സെക്യൂരിറ്റി ജീവനക്കാർ മർദ്ദിച്ചതായി ഗുരുതരമായ ആരോപണം. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ സംഭവം കൂടുതൽ ചർച്ചയാകുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.